ഓൾറൈറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽ മലയാളീസ്, നമുക്ക് കുറേ സാധനങ്ങൾ പെൻഡിങ് ലിസ്റ്റിലുണ്ട്. കുറേ മൂവീസ് കാണാൻ വേണ്ടി പല ആൾക്കാരും പല സാധനങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. വിസ്പർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വേറെ ഒന്ന് രണ്ട് പേര് പല മൂവീസും പറഞ്ഞിട്ടുണ്ട്. ജനഗണമന പെൻഡിങ് ലിസ്റ്റിലുണ്ട്. സോ ഐ തിങ്ക് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ചോസ്. കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള മൂവി, നല്ല ഫീഡ്ബാക്ക് കിട്ടിയ മൂവി, പല ആൾക്കാരും പറഞ്ഞൊരു മൂവി. എനിക്ക് കാണാൻ പറ്റാത്ത ഒന്നായിരുന്നു സൂക്ഷ്മദർശിനി in Malayalam industry. So I kind of want to take a look at it, and IMDb rating is really good, which is 7.8 for a Malayalam movie. That is phenomenal. And let's check it out, shall we? And here we go. നമ്മൾ നസ്രിയെ കണ്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് നസ്രിയെ ചെയ്തത് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവും. ബിഫോർ സൂക്ഷ്മദർശിനി നസ്രിയുടെ മൂവി കുറച്ച് സമയം മുമ്പായിരുന്നല്ലേ. രണ്ടാ? നീ നൈസായിട്ട് ഒരു 4 വെച്ചേ. 4? Working, dedicated. Print. Okay. Okay. lakhs pre-approve ആയിട്ടുണ്ട്. ഓ താങ്ക് യു. അപ്പോൾ സാർ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്യായിരുന്നു സാർ. ഞാൻ വരാൻറ്റണി. എനിക്ക് ഉച്ചവരെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യും, എനിക്ക് നിങ്ങളുടെ ലൊക്കേഷൻ അയച്ചിട്ടേക്കാവോ? ഞാൻ അത് കഴിഞ്ഞ് വന്നേക്കാം. ഓക്കെ സാർ, ഓക്കെ സാർ, ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. Okay. ഒരു കാർട്ടൂൺ തീം സോങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, ടോം ആൻഡ് ജെറിക്കുള്ള പോലെ. ഓക്കെ. ഹാപ്പി ന്യൂക്ലിയർ ഫാമിലി. നീ പാല് കുടിക്കുന്നില്ലേ? സ്കൂളിൽ പോണ്ടേ? കുക്കറിൽ പാല് തിളപ്പിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് ഞാൻ അറിയാതിരിക്കാൻ നൈസായിട്ട് വടിച്ച് ക്ലീൻ ആക്കി വെച്ചല്ലേ. She is good at spotting things. അതാണ് സംഭവം. മനസ്സിലായി സാർ. ഇത്തവണ എൻ്റെ 2 ക്ലയന്റിന് അവൾക്ക് കൊടുക്കണം എന്നല്ലേ? കൊടുക്കാം സാർ. അതല്ലേ? എക്സാക്ട്ലി. എടോ 2 ക്ലയന്റ് ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഫെമിനിസ്റ്റുകളല്ലേ. പിന്നെ തന്റെ പ്രൊമോഷന്റെ കാര്യം. ഓക്കെ സാർ. This is seriously messed up, man. I see this in real life. Are you not going to say anything? Go say something. എന്നാലും ഞാൻ ഇൻഡക്ഷൻ കുക്കറിലെ പാല് കൊടുക്കുക നിനക്ക് എങ്ങനെ മനസ്സിലായി? ക്ലീൻ ചെയ്യുമ്പോഴേ പാത്രത്തിന്റെ അടിയിലും കൂടെ ക്ലീൻ ചെയ്യണം. സ്റ്റൗവിൽ വെച്ച എന്തായാലും അടിയിൽ ഇങ്ങനെ പാട വരില്ല. അപ്പൊ അങ്ങനെയാണ് പാടിയത്. അതെ, നൈസായി. Because she's good at that. Bye. That's smart. Okay, waiting. She's already here. Okay. Hi. You tried. I'm sorry, you tried. നീ എന്താ ഇവിടെ? Play there. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അല്ല, 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? Oh no, she knows. ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. Oh no. കൂട്ടാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. എനിക്ക് ചെറിയ ഉണ്ണിമുകുന്ദൻ അസോസിയേറ്റ്സിൻ്റെ ഒരു സംഭവം അടിക്കുന്നുണ്ട്. ക്യാരക്ടർ അല്ലേ? ഐ തിങ്ക് സ്റ്റാർട്ടിങ് പോയിന്റിൽ. Oh, what the hell is that? Why would you want to do that? Dude, that's psycho. Okay, that's messed up, dude. Basil? Psychopath. ഈ പറയുന്ന പോലെ ഈ കരച്ചിൽ ആ ക്ലയന്റ് മുമ്പ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തേനെ. താൻ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല? ഹാർഡ് വർക്ക് ചെയ്യാം ആന്റണി, ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാം. ആന്റണിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക. തിരിച്ച് ഇയാൾക്കും ആ കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ലേ? Oh no. ഹലോ, എന്താണ് മിണ്ടാത്തെ?
ആന്റണിക്കോ? This shit is ആ മാനേജർ real, man. This happens in corporate. ഞാനിതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നേ നമ്മളിപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചിട്ടാ. നമുക്കിതൊക്കെ ഒന്ന് മാറി സെറ്റ് ആവണ്ടേ? റെന്റിന്നൊക്കെ ഒന്ന് മാറാം. അത് വേണം. അതുകൊണ്ടാണല്ലോ ഞാനും ജോലി നോക്കുന്നത്. ആ എന്താ നിന്റെ ഇന്റർവ്യൂ? നൈസായിരുന്നു. രക്ഷപ്പെടുമോന്നറിയില്ല. പക്ഷെ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്. ഡെയിലി. മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വരുമല്ലോ. ഏതാണ്ട് ദേ ഇത്ര ഉളപ്പ് ഇവിടുന്ന് പോയതല്ലേ. ഇപ്പോഴും അത്രയൊക്കെ തന്നെയുള്ളൂ. പഴയ താമസക്കാരൻ. ടീച്ചറിന്റെ കോമഡിക്ക് മാത്രം ഒരു മാറ്റം ഇല്ലല്ലേ കൃഷ്ണേട്ടാ? ഓ എപ്പോഴും കേൾക്കുമ്പോ മടുപ്പാ. സ്വാഭാവികം. വീടൊക്കെ നന്നാക്കുന്ന കണ്ടപ്പോൾ ഞാൻ കരുതി നിങ്ങൾ വീട് ഏതെങ്കിലും പുതിയ പാർട്ടിക്ക് കൊടുത്തെന്ന്. അല്ല, അമ്മച്ചിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നം വന്നപ്പോ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം. ഓ, ഇതാകുമ്പോ ടൗൺ അടുത്തല്ലേ, ഹോസ്പിറ്റലും അടുത്താണ്. നിങ്ങൾ സംസാരിച്ച് നിൽക്ക്, കാര്യങ്ങൾ എന്തായാലും നോക്കട്ടെ. This thing is so gay, man. WhatsApp groups, ബേക്കറി ഹിറ്റായപ്പോ അവർ നാട്ടിലേക്ക് തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. all the gossips, the core emerging from. ആ അമ്മച്ചിയുടെ പേര് ഗ്രേസ് ഇതാ അല്ലേ? ഇതാരാ മകന്റെ ഭാര്യയാണോ? ഏയ് ഇത് സ്റ്റെഫി, ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. ആ, ഇത് അറിയാം, അതെങ്ങനെ അറിയാം? ഗ്രൂപ്പിൽ കണ്ടായിരുന്നു. Group. ശരി എന്നാ അപ്പൂട്ട ബൈ. ഇവരുള്ളത് ഇപ്പോഴത്തെ ഒരു കൂട്ട്. Oh my god, okay. That's impressive. എന്നിട്ടെന്ത് തുടങ്ങായിരുന്നില്ലേ? അല്ല നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു ഓർഗാനിക് റെസ്റ്റോറന്റ് തുടങ്ങാൻ. All right. ഓർഗാനിക് ഫ്രഷ് ഐഡിയ ആണ്. പക്ഷെ ഇപ്പൊ എല്ലാരും ഓർഗാനിക് എന്ന് പറഞ്ഞോളൂ മൊത്തം ഡ്യൂപ്ലിക്കേറ്റാ. Why did you get the cat? ഒറിജിനൽ തുടങ്ങാൻ ഞാൻ ആന്റണിയെ പുഷ് ചെയ്തോണ്ടിരിക്കുന്നത്. ആ, ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ് ബിസിനസിൻ്റെ കാര്യത്തിൽ പ്ലാനിങ് ആണല്ലോ എല്ലാം. അതിപ്പോൾ ഓർഗാനിക് ആണെങ്കിലും അല്ലെങ്കിലും. അത് ശരിയാ, ഈ ജോലി വിട്ടിറങ്ങണം അതാണ്. She's got a keen eye for things. That I understand. Okay, that's why the name Sushan Darshini, of course, I guess. 1985 അദ്ദേഹം ഗ്രേസ് ബേക്കറി എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്ക്, വാങ്ങിച്ചു. അതെ, അമ്മച്ചി എണീറ്റുന്ന തോന്നുന്നേ. കനി Oh, okay. ആ അമ്മച്ചി, Why is ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ something താമസക്കാരൻ. is off? ഇത് പ്രിയയുടെ മോള്. അമ്മച്ചിക്ക് സമയത്തിന് മരുന്ന് കൊടുക്കണം. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ജോലി രാജിവെച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാനാണോ? There's something definitely off about this guy. I knew it with the cat. ആ പൂച്ച അറിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലാവും എന്തോ കുഴപ്പമുണ്ട്. എന്താണ് പരിപാടി? ആ ഓസം തരാവോ? വണ്ടി ഒന്ന് കഴുകാനായിരുന്നു. What is he doing? ഫുഡ് ഓ, എവിടെ നിന്നൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കിയതാണോ? That is kind of smart, to be honest. എന്നാ കയറിക്കോ, ഞാനേ അങ്ങോട്ടാ. കോടിമാതായിലെ ഇൻഷുറൻസ് കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്? ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്താൽ പോരെ? അതെങ്ങനെ അറിയാം? ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാ. അതിന് മാനുവൽ എൻ്റെ ഫേസ്ബുക്കിലല്ലല്ലോ. താൻ ചൂടാവല്ലേ? പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ ഫ്രണ്ട് ആവണമെന്നില്ലല്ലോ. എനിക്ക് FB സജസ്റ്റ് ചെയ്തതാ. ചൂടായതല്ല. ആർക്ക് ആരെ സജസ്റ്റ് ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. The script is so good. Who wrote the script? It's a genius. പ്രൊഫൈൽ കണ്ടിട്ട് പിന്നെന്താ റിക്വസ്റ്റ് വിടാഞ്ഞേ? റെഡി ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ.
She's not the talking type. Something off with her. Okay, this is starting to get creepy. ഒരു കാർട്ടൂണിഷ് വൈബിൽ പോയി വന്നിട്ട് എന്തോ സംതിങ് ഉണ്ടല്ലോ. Wait. Okay, I have a theory. Is it like he not the person who they're thinking he is? Is he somebody else? Is he pretending to be that guy? Could that be it? He's getting all the information from social media and using that to pretend to be that guy? Did he kill him? Dude, he ate a fucking Komodo dragon. ഇന്നാണ് കറക്റ്റ് ആയിട്ട് ഒരു അവസരം കിട്ടിയത്. ഉടുമ്പിനെ കാര്യങ്ങളിൽ കൊന്നതല്ലേ? ചേച്ചി നല്ല സ്മെല്ല്. പോർക്കായിരിക്കോ? ഒരു റൗണ്ട് നോക്കിയിട്ടാണല്ലോ. കാലത്ത് എന്തിനോ തല്ലിക്കൊന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്തോ മരപ്പെട്ടിയോ ഓടുമ്പോ അങ്ങനെ എന്തോ. ഇനി അത് വല്ലതും ആയിരിക്കോ? ആ ട്രിപ്പിളായിരിക്കും, മാറ്റാൻ പറ്റില്ല. ഓ തോമസടാ പറഞ്ഞു നോക്കട്ടെ. ഓ വേണ്ട, അതന്നെ ചേട്ടൻ കഴിക്കില്ലേ? ഉവ്വേ അയാൾ ഒരു 3 എണ്ണം കീറിയിട്ടായിരിക്കും വന്നേണത്. ഒറ്റയ്ക്ക് വീട്ടിൽ മേടിച്ചു വെച്ചിരുന്ന അടിയല്ലേ? ഇല്ലടോ, മണക്കാട് പള്ളിയിൽ പോയ അന്ന് മുതൽ എന്താണ് സംഭവം? വന്ന് തന്റെ വലിഞ്ഞ കഥ. തന്റെ വലിവൊന്നും മാറാൻ പോകും. താൻ ഒടുക്കത്തെ കുടിയല്ലേ? കുടിച്ചാ വരുന്നത് വാളാണ് പോപ്പേ. എല്ലാ ചൊവ്വാഴ്ചയും ഞാനും സിസിലിയും കൂടി മുടങ്ങാതെ പോകും. എനിക്കൊന്ന് പോണം, അമ്മച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. എന്നാൽ അടുത്ത ചൊവ്വാഴ്ച ഞങ്ങളിവിടെ പോലെ. എന്നാ ഞാൻ എന്താണ് കള്ളത്തരം? മോൻ കഴിക്കുന്നില്ലേ? ഓ ഇല്ല, ഇംപേഴ്സണേഷൻ ആണെന്നാണ് സ്റ്റിൽ എനിക്ക് തോന്നുന്നത്. ബട്ട് വിൽ സീ. ആന്റണിയുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല. ടെറസിലും കയറി നോക്കി, അതുകൊണ്ട് പേടിക്കാനില്ല. പക്ഷെ സിസിലി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ശരിക്കും കാണാൻ പറ്റും. ഇതാ ചൊവ്വാഴ്ച രാവിലെ തോമസ് ഏട്ടനും സിസിലി ചേച്ചിയും കൂടെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 2 മണി കഴിയും തിരിച്ചെത്താൻ. ആ സമയത്ത് അപ്പുറത്ത് ആന്റി റിസ്ക് എടുക്കേണ്ട വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്ലാൻ ശരിയാവില്ലെന്ന്. ഞാൻ പറഞ്ഞ പോലെയാണ് സിമ്പിൾ ആയിട്ട് പരിപാടി തീർക്കാം. Yes, please give a big round of applause to Anthony and Mridula, top achievers of the quarter. Mridula. Mridula, supposed to be Anthony, man. കഴിഞ്ഞ 3 മാസമായിട്ട് എല്ലാ ടാർഗറ്റും Are you kidding me? അത് കമ്പനിക്കും വ്യക്തിപരമായി എനിക്കും കണ്ടില്ല Oh, നടിക്കാനാവില്ല. you douchebag. So, you are our new senior executive. Thank you so much. That's messed up. Anthony, my boy, you are a serious talent. പക്ഷെ നിന്റെ ആവശ്യം ഇവിടെയല്ല, അങ്ങ് നോർത്തിലാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ഒരാളെ അയക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടപ്പോൾ സത്യം പറയാലോ നിന്റെ പേരാണ് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്. So you are also promoted senior executive to Cooch Behar. Congrats. Leave the company. As you know, any manager She's got a job. interview ആണുള്ളത്. Date ഉടനെ അറിയിക്കാം. Thank you. Interesting. Okay, she can get the job. Fine. And he can stay at home. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അന്നത്തെ ടെക്നിക്കൽ ഇന്റർവ്യൂ ഞാൻ പാസ്സായി. Wait, so they took 2 people? Yeah, don't celebrate. ഞാനും ടെക്നിക്കൽ പാസ്സായി. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നൈസായിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാരെയും Don't do it. കുടുംബസമേതം Oh, that's a bad idea. അടുത്ത മാസം 19-ന് വരൂ. He's carefully clocking everything. എങ്കിൽ ഞാൻ പോട്ടെ, ഞാൻ വിളിക്കാം. ഹേ സ്റ്റെഫി. Gentleman. He's Plain J. What's going on? Oh, it's his. Okay, right. Makes sense. What the hell?
എല്ലാവരോടും പറഞ്ഞു പോയി നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്താന്ന്. ഈ ബുഫേ ഒക്കെ ആയിട്ട്. ചുമക്കണ്ട. എന്നാ വെള്ളം കുടിക്കേ. ബുഫേ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാം. പക്ഷെ കറക്റ്റ് സമയത്ത് അതിൻ്റെ ആനിവേഴ്സറി പ്ലാനിങ്. എനിക്ക് പ്രമോഷനാ. പക്ഷെ ഇവിടെ ഒന്നുമില്ല, കുച്ച് ബിഹാറിലോട്ട്. കുച്ച് ബിഹാറാ? നീ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് എപ്പോഴും ഉറപ്പായിരുന്നു ആ മാനേജർ എന്തെങ്കിലും പണി വരുന്നു. അതെ, ഇപ്പോഴും ഇവിടെ നേരത്തെ അത് സ്കൂട്ടാവണായിരുന്നു. ഇനി ഇവരൊക്കെ വിട്ട് പോണ്ടേ? പോണ്ട, ഇവിടെ തന്നെ നിൽക്കുക. പപ്സ് കഴിച്ചു നോക്കുന്ന പപ്സ് വേണോ? തീരുമാനിച്ചിട്ടല്ലേ ഇറങ്ങിയോ? അല്ല, എക്സ്പോഷർ ഉള്ളവർ പറയുന്നൊന്ന് കേൾക്കോ? അങ്കിളെ, അവൻ UK പോയി പഠിച്ചതല്ലേ, ഓക്കെയാണോ? ശരിയാണല്ലോ. പ്ലാൻ ഓണാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ടെക്സ്റ്റ് ചെയ്താൽ മതി. What the hell are you doing, man? Are you gonna start a fire or something? കൃഷ്ണേട്ടാ, തോമസ് ഏട്ടാ, എന്തൊക്കെയുണ്ട്? എങ്ങനെ പോകുന്നു? കൺഗ്രാജുലേഷൻ. മാനുവൽ ഓൾറെഡി ഗിഫ്റ്റ് തന്നല്ലേ? ഇതും കൂടി ഇരിക്കട്ടെ, ഇതൊക്കെയല്ലേ ഒരു Is he gonna kill the... ഇല്ല, അമ്മച്ചി നേരത്തെ കടന്നു. Okay, that's not good. Dude, I'm kind of tense right now. Like, okay, what's going on over there? Okay, she kind of escaped, I think. I think I'm starting to figure out where this is going. I have a theory. അപ്പുറത്തെ വീട്ടിലൊരു ഫംഗ്ഷൻ അവിടെ ഒന്നും പോയിട്ടില്ല. എന്തായാലും ഇൻഫർമേഷൻ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സാറേ, ഇന്ന് മരുന്നിൻ്റെ സെഡേഷൻ കാരണം അമ്മച്ചി നല്ല ഉറക്കത്തിലായിരിക്കും. ആ ഒരു വിശ്വാസത്തിൽ ഇറങ്ങിയതാ. തൊട്ടപ്പുറത്തെ വീടല്ലേ, പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. ആരാ ഡോക്ടർ? എൻ്റെ ഒരു കസിനാണ്, ഡോക്ടർ ജോൺ പാലക്കൽ. അദ്ദേഹം മറീന മെഡിസിറ്റിലെ ന്യൂറോ സർജനാണ്. ഇവിടെ അടുത്ത വീട്ടിലൊന്നും ക്യാമറ ഇല്ലേ? ഇവിടെ എങ്ങുമില്ല സാറേ. ഈ റോഡിൽ നിന്ന് കയറുന്ന ജംഗ്ഷന് ആ വളവിലെ മൊബൈൽ ഷോപ്പിലുണ്ട്. അതെ, ഗ്രേസി ചേച്ചിക്ക് അൽഷിമേഴ്സ് എന്നാ പറയണേ. അൽഷിമാസോ? എന്നിട്ട് എന്തായത് പുള്ളി ഇതുവരെ ആരുടെ പറയാന്? ചെറിയൊരു ഓർമ്മക്കുറവുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്ര സീരിയസ് ഒന്നും അറിഞ്ഞില്ല. Maybe she's being induced in Alzheimer's so that ഇയാളുടെ കള്ളക്കളി പുറത്താവില്ല. നമ്മൾ മാനാമത്തായി സ്പീക്കിംഗ് സ്റ്റെല്ല ചെയ്യുന്നൊരു പരിപാടിയില്ലേ, ബിജു മേനോൻ പറഞ്ഞിട്ട്, അതേപോലെ എനിക്ക് തോന്നണേ. ബേസിക്കലി മരുന്ന് കൊടുത്ത് അല്ല, പക്ഷെ അമ്മച്ചെ കൊല്ലാനായിരുന്നല്ലോ പ്ലാൻ. പക്ഷെ മേ ബി അൽഷിമേഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. You're clocking something, right? You're on to something. Trust your instincts. എനിക്കറിയാവുന്നൊരു കെയർ ഹോം ഉണ്ട്, അവിടെ തന്നെ അന്വേഷിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയുണ്ട്, ലിസ്റ്റ് ചേച്ചി. പ്രിയ ഡെലിവറി കഴിഞ്ഞപ്പോൾ പ്രിയനെ കൊച്ചിനെ നോക്കിയ ചേച്ചിയാണ്, നല്ലതാണ്. നമ്പർ എൻ്റെ പഴയ ഫോണിൽ കാണും, ഞാൻ എടുത്തുതരാം. പ്രിയ പോ. പോക്കോട്ടെ. എന്നെ അറിയിക്കണ്ടേ? പണ്ട് മാനുവലിൻ്റെ അമ്മച്ചി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് മിക്ക വെള്ളിയാഴ്ചയും പാസഞ്ചർ ട്രെയിനിൽ നാട്ടിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ ആ ഓർമ്മയിൽ പോയതാന്നാ പറയുന്നത്.
അൽസൈമേഴ്സ് ഉള്ള ആൾക്ക് ഇതൊക്കെ ഓർമ്മ ഉണ്ടാവോ? ഇതൊക്കെ ഉള്ളതാണോ? അൽഷിമേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഹാബിച്വൽ ബിഹേവിയേഴ്സ് ഓർമ്മയുണ്ടാവും. ആനുവല്ല ആലോചിച്ചിട്ടാ പാവം. ഇല്ല. പിന്നെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ എങ്ങനെയാ പോയെന്നൊരു ഐഡിയ കിട്ടാത്തെ? എന്തായാലും ആളെ തിരിച്ചു കിട്ടിയല്ലോ. Trust your instincts. വെള്ളം നിന്നിട്ടുണ്ട്. നല്ല ബോറടിയായിരിക്കും അല്ലേ? അതെ, അമ്മച്ചി നീറ്റുന്നത് തോന്നുന്നു. That's nice. Hey, ChatGPT. എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാ. അത്യാവശ്യമാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാം. അതൊന്നും വേണ്ടടോ. അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. Was this his plan all along? Then why would he do that? I don't get it. ആളൊരു 20 മിനിറ്റ് വാങ്ങിക്കോളും. പിന്നെ ദിസ് ഇസ് പോയ്സൺ. ബി വെരി കെയർഫുൾ വിത്ത് ദ ഷിറ്റ്. ആൾ ഉറക്കത്തിൽ തന്നെ കഥം. Oh no. ചൊവ്വാഴ്ച രാവിലെ തന്നെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം. അമ്മച്ചയ്ക്ക് കൂട്ടിന് ആളെ നിർത്താൻ നല്ല പ്രഷറുണ്ട്. ഇനി ഞാനത് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ എന്നെ ഡൗട്ട് അടിക്കും. ചൊവ്വാഴ്ച രാവിലെ ഞാനും കൃഷ്ണനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഈ രോഗം തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. സ്റ്റെഫി എടുത്ത് അകത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അമ്മച്ചി. അമ്മച്ചിക്ക് അത് അകത്തിടാൻ ഹൗ ഇസ് പോസിബിൾ? ഐ ഗെറ്റ് ഇറ്റ്. എന്നാലും മാനുവൽ പോലീസിനോട് അമ്മച്ചിക്ക് അൽസൈമേഴ്സ് ആണെന്ന് എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരത്തി നമ്മളെയും കാട്ടി ഷാർപ്പാടി ഓരോ കാര്യത്തിലും. ഇത്രേ ഷാർപ്പായ ഒരാള് മഴ വരുന്നതിന് മുമ്പേ തുണിയെടുത്ത് അകത്തിട്ടില്ലേ? എനിക്ക് തോന്നണില്ല. പ്രീതിക്ക് ചുമ്മാ തോന്നിയതാവും. അപ്പോൾ മോട്ടോർ ഓഫ് ആക്കാൻ അറിയാം. പുറത്തുനിന്ന് വരുമ്പോൾ ചെരുപ്പ് പോലും ഊരിയിടാൻ മറക്കാറില്ല. നീ ഒരു 2 ദിവസം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തേ. അപ്പൊ ആരാ അവിടെ വിരിച്ചിരുന്ന തുണിയൊക്കെ എടുത്തേ? സ്റ്റെഫി ചേച്ചി ആയിരിക്കും. മാനുവൽ ഇന്നലെ അമ്മച്ചിനെ സ്റ്റെഫി ചേച്ചിനെ ഏൽപ്പിച്ചിട്ടാ പോയെ. സ്റ്റെഫി ഉണ്ടായിരുന്നു. ദേ, നിനക്കിപ്പോഴും ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ലല്ലോ. അടിച്ചില്ലല്ലോ, കണ്ടാ? അതിന് അയാൾ അകത്തോട്ട് പോയില്ലേ? കിച്ചൺ എത്താനുള്ള സമയമായിട്ടില്ല. ഇത് ഉറപ്പായിട്ട് അമ്മച്ചി തന്നെ ഓഫ് ചെയ്തയാ. ഇത് ഞാൻ പറഞ്ഞ അമ്മച്ചിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. പിന്നെ അന്ന് എന്താ സംഭവിച്ചേ? നമുക്ക് അമ്മച്ചിയുടെ അടുത്ത് തന്നെ നേരിട്ട് ചോദിച്ചാലോ? അയാളുള്ളപ്പോ അതൊന്നും നടക്കൂല. വെച്ചിട്ടുണ്ട്. ഒരു 11 മണിയാകുമ്പോൾ അമ്മച്ചിക്ക് കൊടുക്കണം. മറക്കരുത്. ഇല്ല, ഞാൻ തനിക്കും ജ്യൂസ് കരുതിയിട്ടുണ്ട്. സെഡേഷനല്ലേ ഇന്ന് പറഞ്ഞില്ലേ? പിന്നെ വേറെ ആരും വീട്ടിൽ കയറാതെ നോക്കണം. അമ്മച്ചി വെറുതെ കൺഫ്യൂസ്ഡ് ആവും. എനിക്കിവിടെ വിശ്വസിച്ചേപ്പിച്ചിട്ട് പോകാൻ സ്റ്റെഫി മാത്രമേ ഉള്ളൂ. താൻ എനിക്ക് ഓക്കെ. അമ്മച്ചി, ജ്യൂസ് കുടിക്കണ്ടേ? എനിക്ക് വേണ്ട. വേണ്ടേ? അത് ശരിയാവൂല. അമ്മ ചെയ്ത് കുടിക്കേ.
He knows what he's trying to do. Okay, it's starting to get some. ഒരു സെക്കൻഡ് ഒന്ന് മാറി നിൽക്കാവോ? പറയ്. അതെ, ജ്യൂസ് സ്റ്റെഫി കുടിച്ച് കാണിച്ചിട്ട് അമ്മച്ചിക്ക് കൊടുത്താൽ മതി. അമ്മച്ചി കുടിച്ചോളൂ. ആണോ? ഓക്കെ. She's doubtful if it is poisonous. But she's also gonna fall asleep, right? ദാ. ഹലോ, അപ്പുറത്തെ വീട്ടിലെ പ്രിയ നമ്മുടെ വീട്ടിലേക്ക് ഇതേ കയറിപ്പോയി. അവളിപ്പോ എന്തിനും അങ്ങോട്ട് കെട്ടിയെടുത്ത്? ആർക്കറിയാം. ഒരു 15-30 മിനിറ്റിനുള്ളിൽ ഉറങ്ങും. അതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവളവിടെ നിന്ന് മാറ്റേണ്ടി വരും. അങ്കിൾ ആ സ്പോട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യും. ഒരു ചേച്ചിയുണ്ട്, ലിസ്റ്റ് ചേച്ചി. നമ്പർ എൻ്റെ പഴയ ഫോൺ കാണും, ഞാൻ എടുത്തുതരാം. പിന്നെന്താ വരാതിരുന്നേ? This is all going sideways. Don't drink much. Yeah. Good idea. അന്ന് അമ്മച്ചി എങ്ങനെയാ സ്റ്റേഷനിലെത്തിയേ? നമ്മളെല്ലാരും പേടിച്ചു പോയി കേട്ടോ. അമ്മച്ചിക്ക് നല്ല ക്ഷീണം കാണോടി. നമുക്ക് പിന്നെ സംസാരിക്കാം. ഹലോ ആന്റണി, നീ ഇന്ന് ലീവ് എടുത്തല്ലേ? ആ, അമ്മച്ചിയെ നോക്കാൻ. ആന്റണി, നമ്മുടെ ഹാളിലെ അലമാരയിലോ ഡ്രോയിലോ എൻ്റെ പഴയ ഫോൺ ഇരിക്കുന്നുണ്ടാവും. അത് നീ എടുത്തിട്ടായിരുന്നു ലിസ്റ്റ് ചേച്ചിട്ട് നമ്പർ ഒന്ന് പെട്ടെന്ന് അയച്ചേ. Okay, it's gonna be hard. ഇപ്പൊ തന്നെ വേണോ? ആ വേണം, അർജന്റാ, പെട്ടെന്നായി. ഓക്കെ. ആ ശരി. He played it really well. ഞാൻ ഇറങ്ങുവാ. പോയിട്ട് വരാം അമ്മച്ചി. എന്തായി, അമ്മച്ചിയോട് സംസാരിച്ചോ? ഇല്ലടി, സ്റ്റെഫി ഉള്ളപ്പോൾ അമ്മച്ചി മിണ്ടും തോന്നുന്നില്ല. ഞാൻ ഇറങ്ങി. നോക്കാം. Sedation? Oh damn, professional. ഹോം നേഴ്സ് വേണ്ടെന്ന് ഉറപ്പാണോ? വേണ്ട കൃഷ്ണേട്ടാ, ലിസ്റ്റ് ചേച്ചി മതി. അമ്മച്ചീനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഡീൽ ചെയ്യണം. പോകുന്ന വഴിക്ക് നമ്മുടെ ബേക്കറിയിലും കൂടെ കയറാം. Okay. What? ഏറ്റുമാൻ്റെ അടുത്ത് ഏതോ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞേക്കുന്നത്. ആള് തിരിച്ചറിഞ്ഞോ? ഡെഡ് ബോഡി കണ്ടിട്ട് സെയിം ഏജ് ആണെന്നാ പറഞ്ഞേ. ട്രെയിൻ തട്ടിയായോണ്ടേ ആളെ തിരിച്ചറിയാൻ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഏസ് ചേച്ചിയാണെന്നറിയാൻ മാനുവലിന് പോലീസുകാരങ്ങോട്ട് വിളിച്ചേക്കുക. അപ്പോൾ സ്റ്റെഫി ചേച്ചി ഇതറിഞ്ഞിട്ടില്ലല്ലോ? ഇതൊന്നും അറിഞ്ഞിട്ടില്ല. Train 30, you തൽക്കാലം freaks. അവളോട് പറയണ്ട. ആളല്ലെങ്കിൽ നല്ല ഡൗണാ. It's messed up. Okay. And she thinks it's so nice. She'll actually do it. Okay, yeah. I think it's almost halfway here, right? Okay, we're gonna wrap up part 1 of Sukshma Darshini over here. Okay. Right, this is a really good movie. It's a phenomenal movie. Great story, great scripting. നസ്രിയുടെ ഒരു പ്രോപ്പർ ആക്ടിങ് സ്കിൽസ്. എനിക്ക് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൻ്റെ ഒരു ചെറിയൊരു വൈബ് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുകുന്ദനുണ്ണിയുടെ ക്യാരക്ടർ ഇസ് ഏബിൾ ടു ക്ലോക്ക് ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, മൈക്രോ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഒരു ഷെർലക് ഹോംസിനെ പോലെ ക്യാപ്ചർ ചെയ്ത് അത് വെച്ച് ഓരോ സാധനങ്ങൾ ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്കില്ല് മുകുന്ദനുണ്ണിക്കുണ്ട്. അതുകൊണ്ട് വൺ ഓഫ് ദ റീസൺസ് വൈ ഐ ലൈക്ക് ദാറ്റ് ക്യാരക്ടർ വാസ് പ്രോബ്ലി ബിക്കോസ് ഓഫ് ദാറ്റ് എബിലിറ്റി. നമുക്ക് ഷെർലക് ഹോംസിലും ഐ ഗ്രോ അപ്പ് വാച്ചിങ് ഷെർലക് ഹോംസ് ബുക്സ് ആൻഡ് ഓൾ. ആൻഡ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കാണാൻ കിട്ടുമ്പോൾ തന്നെ ഐ എം കൈൻഡ് ഓഫ് ലൈക്ക് റിയലി ഇൻവെസ്റ്റഡ് ഇൻ ദ സ്റ്റോറി. ഒരു അടിപൊളി സ്റ്റോറി ഉണ്ട്. സോ ബേസിക്കലി
മാനുവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇംപേഴ്സണേഷൻ ആണെന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലായത്. അമ്മച്ചി ഇപ്പോൾ സ്റ്റെല്ലയുടെ കേസ് പോലെ എന്തോ ഒരു മരുന്ന് കൊടുത്ത് അവർ സബ്സൈഡ് ചെയ്ത് വച്ചേക്കുകയാണ് ഫോർ സം റീസൺ. മേ ബി സ്വത്തിന് വേണ്ടിയായിരിക്കാം, എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയായിരിക്കാം. മാനുവലിൻ്റെ കൂട്ടാളികളും കൂടി എന്തോ നമുക്ക് നോക്കാം, കണ്ടറിയാം. ഓക്കെ, very interested in the storyline, and if you want to watch part 2 of this reaction, mind you stick around. Part 2 will be releasing soon on this channel, and I'll see you guys next video. Good night. Goodbye.